ഓർമ്മിക്കുമ്പോൾ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. എൻ്റെ എഴുത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ എൻ്റെ കഥകൾ വായിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാൻ അനുവാദം ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം വ്യാപരിച്ച മേഖലയിലെല്ലാം വിജയിച്ച ഒരാൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ചിലർ പല മേഖലകളിൽ ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ശോഭിക്കുകയും ചിലയിടങ്ങളിൽ മങ്ങുകയും ചെയ്യുമ്പോൾ MD എല്ലാ മേഖലകളിലും ഒരുപോലെ തിളങ്ങി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുന്നത്. കഥയിൽ അദ്ദേഹത്തിന് സൂപ്പർ ഹിറ്റുകളുണ്ട്, നോവലുകളിൽ വലിയ നോവലുകളുണ്ട്, വലിയ തിരക്കഥകൾ നമുക്ക് സമ്മാനിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഇന്ത്യയിൽ വലിയ ജനപ്രീതി നേടി, അത് കലാമൂല്യമുള്ളതായി തീർന്നു. അദ്ദേഹം പത്രാധിപരായിരുന്നപ്പോൾ മികച്ച സൃഷ്ടികൾ മലയാളത്തിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാളത്തിലെ എത്രയോ എഴുത്തുകാരെ കൊണ്ടുവരുന്നതിൽ, അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം നിയമാവലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. തുഞ്ചൻപറമ്പിൽ അദ്ദേഹം നടപ്പാക്കിയ നടപടികൾ, അങ്ങനെ അദ്ദേഹം വ്യാപരിച്ച എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ മഹത്വമായി കാണുന്നത്. ധീരമായ നിലപാടെടുത്ത ഒരു എഴുത്തുകാരൻ, മതേതരമായ നിലപാടെടുത്ത ഒരാൾ, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ, അത്തരത്തിലൊക്കെ നമ്മൾ എല്ലാ കാലത്തും ഓർമ്മിക്കേണ്ട, പിന്തുടരേണ്ട ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം നിശ്ചയമായിട്ടും മതേതര കേരളത്തിന്, സാഹിത്യ ലോകത്തിന്, സിനിമാ ലോകത്തിന് വലിയ വിടവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. തീർച്ചയായും ബെന്യാമിൻ, ഇപ്പോൾ താങ്കളുടെ കൃതികളിലേക്കും അല്ലെങ്കിൽ താങ്കളുടെ കൃതികളായ ആടുജീവിതമാണെങ്കിലും ആടുജീവിതത്തിൽ നജീബിൻ്റെ ആ ഒരു ഏകാന്തത, MTയുടെ പല കഥകളിലും അല്ലെങ്കിൽ പല നോവലുകളിലും പല കഥാപാത്രങ്ങളും അനുഭവിച്ച ഒരു ഏകാന്തത കൂടി ആ ഒരു താങ്കളുടെ വർക്കുകളിലും അല്ലെങ്കിൽ താങ്കളുടെ നോവലുകളിലേക്കും കൂടെ നിഴലിച്ചു എന്നുകൂടി വേണമെങ്കിൽ പറയാമല്ലേ? ഒരു വായനക്കാരനോ ഇല്ലല്ലോ. അദ്ദേഹത്തെ വായിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും സാഹിത്യ ലോകത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളിൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും വ്യഥകളും ഒക്കെ തന്നെ നിശ്ചയമായിട്ടും പിൽക്കാലത്തുള്ള എഴുത്തുകാരെ പല വിധത്തിൽ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും എൻ്റെ രചനകളിലും അബോധമായി നിഴലിച്ചിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ പുതുതലമുറ എഴുത്തുകാരുടെയും ഒരു മാതൃകാ പുരുഷനായിരുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ വ്യത്യസ്ത തലങ്ങളിൽ, കഥകളിൽ നിലനിൽക്കുന്നതായാലും നോവലുകളിലാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള മനുഷ്യ വ്യഥകളെ അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. അത് പിൽക്കാല എഴുത്തുകാർക്ക് വലിയ പ്രചോദനവുമായി തീർന്നിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. തീർച്ചയായും താങ്കൾ ഇപ്പോൾ മൃതദേഹം സന്ദർശിച്ചു അല്ലെങ്കിൽ സന്ദർശിക്കാൻ പോവുകയാണോ? എങ്ങനെയാണ്? താങ്കൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ?